ഹലോ ഗൈസ്, ചേച്ചി അനിയത്തി ഇവിടെ നല്ല കളിയിലായിരുന്നേ. ആ ടൈം നോക്കി ഞാൻ പോയി നല്ല മീൻകറിയും കപ്പയും കൂട്ടി ഒരു പിടുത്തം പിടിച്ച്. അതിനുശേഷം പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ കരുതി ഒന്ന് കുളിച്ചിട്ട് വരാന്ന്. കുളിച്ചിട്ട് വന്നോക്കിയതേ ചേച്ചി ഇവിടെ എന്തോ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. എന്തോ പേര് പറഞ്ഞു, മധുദൂന്നു അങ്ങനെ എന്തോ. നമുക്ക് പിന്നെ ഇങ്ങനെ കണ്ടതെല്ലാം മന്തിയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി നിൽക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ, ഒരു സിനിമക്ക് പോയിട്ട് വരാം. എവിടേക്കെങ്കിലും പോകാന്ന് കേട്ടാ പിന്നെ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അതിന്റെ എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു രണ്ടുപേരും. ഞങ്ങളെല്ലാം ഒരുങ്ങി സെറ്റായി നിന്നതായിരുന്നേ. പക്ഷെ എന്ത് ചെയ്യാനാ, പുറത്ത് ഭയങ്കര മഴ. അപ്പൊ കരുതുന്ന പിന്നെ മഴ ഒന്ന് ചെറുതായിട്ടൊന്നും ചോർന്നിട്ട് പോവാന്ന്. മഴ കുറച്ചൊന്നും ചോർന്നപ്പോൾ സച്ചിനേട്ട വണ്ടി എടുക്കാൻ പോയി. അപ്പൊ ഇസമോള് വിചാരിച്ച് ഇസമോളെ കൂട്ടാണ്ട് പോവാണ്. അതിനാണ് കേട്ടോ ഈ കരഞ്ഞത്. വണ്ടിയിൽ കയറുന്ന ടൈമിൽ മാത്രമേ കേട്ടോ മഴക്ക് കുറവുണ്ടായിരുന്നുള്ളൂ. വണ്ടി കയറിയപ്പോൾ പിന്നെ നല്ല മഴയായിരുന്നു പുറത്ത്. പിന്നെ ഇവര് മാറി എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷം ഒരുമിച്ചൊരു യാത്ര പോകുന്നില്ല, അതിന്റെ ഒരു സന്തോഷം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അവരെ കളിയും ചിരിക്ക് ആസ്വദിക്കുമ്പോഴേക്കും നമ്മളിങ്ങ് എത്തിയപ്പോഴോ പുറത്തിറങ്ങാൻ പറ്റാത്ത മഴ. അപ്പോൾ സച്ചിനെ കുറച്ചൊന്നും അങ്ങോട്ടേക്ക് സൈഡാക്കി ഞാനും ഇസമോളും എടുത്ത് ഓടിയതാണ്. ചേച്ചീനെ കാണാത്ത വിഷമത്തിലാണ്. ഇസമോൾ ഇങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര വിഷമമായി അവളെ കൂട്ടാതെ പോന്നിട്ട്. സച്ചിനായിട്ട് സേമോളെ എടുത്ത് വരുന്ന കണ്ടപ്പോൾ ഇസമോൾക്ക് കുറച്ച് സമാധാനമായത് കേട്ടോ. അതുവരെ ആളിങ്ങനെ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്നതിന് ശേഷം ഞങ്ങളെല്ലാം ഉള്ളിൽ കയറി. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കേട്ടോ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ മൂവി ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഉള്ളിൽ കയറിയിരുന്നു. മൂവി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ചാക്കോച്ചിന്റെ മൂവി ആയിരുന്നേ, ഉന്മാദം. അത്യാവശ്യം നല്ല സിനിമയായിരുന്നു കേട്ടോ. മക്കളെല്ലാം ഇങ്ങനെ പേടിച്ചിരിക്കുന്നു. ഇതിന്റെ സൗണ്ടിന്റെ ഇത് കൊണ്ടാണെന്ന് അറിയില്ല, ഈ സംഭവമൊക്കെ പേടിയായി. എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു മൂവിയാണ് കേട്ടോ. അധികം ബോറൊന്നും അടുപ്പിച്ചില്ല, ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അങ്ങനെ മൂവിയൊക്കെ ഇറങ്ങുമ്പോഴേക്കും ഒരു ഏകദേശം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. സിയമോൾ അതുവരെ ഉറങ്ങാതെ ഇങ്ങനെ ഇരുന്നു. ഇസമോൾ അപ്പോഴത്തേക്ക് ഉറങ്ങിപ്പോയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ.